ഹായ്, ഞാൻ ഷരീഫ് പാലക്കാട് സിറ്റി പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കൂട്ടുപാത ജംഗ്ഷനിലാണ് ഉള്ളത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലൻ വീടിനെ കുറിച്ചാണ്. പുതിയ വീടാണ്. 4 സെന്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. ആ വീട് ഈ ജംഗ്ഷനിൽ നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ആ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ അങ്ങോട്ട് പോവാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലൻ പുതിയ വീടിനെ കുറിച്ചാണ്. 4 സെന്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. ആ വീട് BPL കൂട്ടുപാത ജംഗ്ഷനിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ വീട് ഇതാണ്. കൂട്ടുപാത ജംഗ്ഷനിൽ നിന്നും വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. 7 മീറ്ററാണ് ഈ റോഡിന്റെ വീതി. ഇതിന്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഈ മതിൽ വരെയുമാണ് ഇതിന്റെ റോഡ് ഫ്രണ്ടേജ്. തിരക്കടിയില്ലാത്ത നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം തന്നെയാണ്. ഈ വീടിന് ഇനി കുറച്ച് പണികൾ ബാക്കിയുണ്ട്. മതിലും അതുപോലെ തന്നെ ഇന്റർലോക്കും കാർ പോർച്ചും ചെയ്യാനുണ്ട്. അത് ബയ്യറുടെ കളർ ചോയ്സ് അനുസരിച്ച് ചെയ്തു തരാം എന്നാണ് പറയുന്നത്. ആദ്യം ഈ വീടിന്റെ പുറം കാഴ്ചകൾ കാണാം. ഈ വീട് വെസ്റ്റ് ഫേസിങ്ങിലാണ് ഉള്ളത്. ഈ വീടിന്റെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മലമ്പുഴ കണക്ഷനുമുണ്ട്, ബോർവെൽ കണക്ഷനുമുണ്ട്. വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ലാത്ത ഒരു ഏരിയയാണ്. കൊടുമ്പ് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. നമ്മൾ ഈ വീടിന്റെ ഉൾക്കാഴ്ചകൾ കാണാം. വീടിനകത്ത് കയറിയതും ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്ത് കയറിയതും ഒരു ലിവിങ് ഏരിയ ആണ് വരുന്നത്. വലിയ ഹാള് തന്നെയാണ്. ലിവിങ് റൂമിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് താഴെയുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. വലിയ ബെഡ്റൂം തന്നെയാണ്. 12x13 ഫീറ്റുള്ള നല്ല വിശാലമായ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ വാൾഡ്രോപ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ കബോർഡ് വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും പുറകുവശത്തേക്കാണ് പോകുന്നത്. ഇവിടെ വർക്ക് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്.
മുകളിൽ കയറിയതും ഒരു ഹാളാണ് വരുന്നത്. മുകളിലേക്കുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഈ ബെഡ്റൂം താഴെ ഉള്ള പോലെ തന്നെ വിശാലമായ വലിയ ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. വലിയ ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത്. ഓപ്പൺ ടെറസിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും 3 കിലോമീറ്റർ മാത്രമേ ഈ വീടിലേക്ക് ദൂരമുള്ളൂ. അതുപോലെ തന്നെ BPL കൂട്ടുപാത ജംഗ്ഷനിൽ നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ ഈ വീടിലേക്ക് ദൂരമുള്ളൂ. ഭാരത് മാതാ സ്കൂൾ, ഭാരത് മാതാ CBSE സ്കൂൾ, അതുപോലെ തന്നെ ഇവിടെ നിന്നും 4 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കേന്ദ്ര വിദ്യാലയം സ്കൂൾ, ഇവിടെ അടുത്ത് കിടക്കുന്ന പോളിടെക്നിക് കോളേജ്, പ്രൈം കോളേജ് എല്ലാം ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ പള്ളി, അമ്പലം, ചർച്ച് എല്ലാം ഈ വീടിൻ്റെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. കൊടുമ്പ് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. ഇനി ഈ വീടിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അതെല്ലാം അവർ തന്നെ ചെയ്തു തരുന്നതാണ്. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ നിന്നും 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മെഡിക്കൽ കോളേജ് ഇവിടെ നിന്നും 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ വീട് ചെങ്കൽ കെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്ത ഒരു വീടാണ്. 4 സെന്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂമുള്ള ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വില 60 ലക്ഷം രൂപയാണ് പറയുന്നത്. ചെറിയ തോതിലുള്ള നെഗോഷിയേഷൻ എന്തായാലും ഉണ്ടാവും. ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വിവരം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുപോലെയുള്ള വീടോ സ്ഥലമോ നിങ്ങൾക്കും വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ഹായ്.